അള്ളാഹു പറഞ്ഞ വിഷയം നമ്മൾ ഉണർത്തിയിരുന്നു. വലഖദ് കറംന ബനി ആദം, ആദം സന്തതികളെ നാം ബഹുമാനിച്ചിട്ടുണ്ട് എന്ന്. നമ്മളെല്ലാവരും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. ആ നിലക്ക് അവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ്. ആ നിലക്കുള്ള പരിഗണനയും ബഹുമാനവും അവർക്കൊക്കെ നൽകണം. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അക്രിം ജാറക വലൗ കാന കാഫിറ, അവിശ്വാസിയാണെങ്കിൽ പോലും അയൽവാസിയെ നീ ബഹുമാനിക്കണം, ആദരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതേ സമയത്ത് ആദർശപരമായിട്ട് നമ്മളും അവരും രണ്ട് ചേരിയിലാണ്. അതുകൊണ്ട് തന്നെ ആദർശത്തിനെ ബാധിക്കുന്ന രൂപത്തിലുള്ള ഒരു കൂട്ടുകെട്ടും നമ്മിൽ നിന്ന് ഉണ്ടായിക്കൂടാ. നമുക്ക് അവർക്ക് നമ്മുടെ റിലീഫ് പ്രവർത്തനങ്ങളിൽ എല്ലാവരും നമുക്ക് ഉൾക്കൊള്ളിക്കാം. നമ്മുടെ ചാരിറ്റി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗത്തെയും എല്ലാ മതവിശ്വാസികളെയും നമുക്ക് ഉൾക്കൊള്ളിക്കാം. പക്ഷേ നമ്മുടെ സക്കാത്ത് അത് കൊടുത്തുകൂടാ, നമ്മുടെ ഉളുഹിയത്ത് അത് കൊടുത്തുകൂടാ, നമ്മുടെ അക്കീക്കത്ത് അത് കൊടുത്തുകൂടാ. മറ്റെല്ലാ റിലീഫ്, ചാരിറ്റി, സന്നദ്ധ പ്രവർത്തനങ്ങള് അതിലൊക്കെ അവരെയും കൂടി പങ്കെടുപ്പിക്കാം. ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഅ്തദൂഹ, ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, അള്ള വെച്ച അതിർവരമ്പുകളാണ്, അപ്പുറം കടക്കരുത്. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖ്റബൂഹ, ഇത് അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, അതിന്റെ അടുത്തേക്ക് പോലും പോവരുത്. അള്ളാഹു വെച്ച ലക്ഷ്മണരേഖ, അള്ളാഹു വെച്ച അതിർവരമ്പുകൾ, അതിനപ്പുറം നമ്മൾ ചാടിക്കടക്കാൻ പാടില്ല. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ നബിദിന ആഘോഷങ്ങളാണെങ്കിലും മതേതരത്വത്തിന്റെ പേരിലുള്ള മതസൗഹാർദ്ദ സമ്മേളനങ്ങളാണെങ്കിലും അതിർവരമ്പുകൾ ലംഘിച്ചിട്ട് നമ്മൾ പോകാൻ പാടില്ല. പത്രത്തിലൊക്കെ വരും മതസൗഹാർദ്ദത്തിന്റെ മകുടോദാഹരണം, മതേതരത്തിന്റെ പ്രതീകം, മതത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദം എന്നൊക്കെ പത്രത്തിലിടാനും സോഷ്യൽ മീഡിയയിലിടാനൊക്കെ ആൾക്കാരുണ്ടാകും. പക്ഷേ നമ്മുടെ ഈമാൻ അവിടെ തീരും. അർറിളാ ബിൽ കുഫ്രി കുഫ്റുൻ, കുഫ്ർ കൊണ്ട് തൃപ്തിപ്പെടുന്നത് കുഫ്റാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.